ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല. ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളൊന്നുമില്ല. എൻ്റെ പ്രയത്നങ്ങളെല്ലാം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. അവയെല്ലാം എൻ്റെ അധ്വാനത്തിൽ ലഭിച്ച പ്രതിഫലമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭാപ്രസംഗന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ തന്നെ സുഖത്തിലും സന്തോഷത്തിലും ആയിരിക്കാൻ സാധിക്കും എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനായി വചനം നമ്മോട് പറയുന്നത് വചനത്തോട് വിശ്വസ്തമായിരിക്കുക, അനുസരണമുള്ളവരാകുക, വചനത്തെ സ്നേഹിക്കുന്നവരാകുക, വചനമനുസരിച്ച് ജീവിക്കുന്നവരാകുക. എങ്കിൽ നമുക്ക് ഈ ലോക ജീവിതത്തിൽ തന്നെ സന്തോഷത്തിലും സമാധാനത്തിലും ആനന്ദത്തിലും ആയിരിക്കാൻ സാധിക്കും. സഹനങ്ങളെ നേരിടാനും സഹനങ്ങളെ ഉൾക്കൊള്ളാനും അവയിൽ ആനന്ദം കണ്ടെത്താനും നമുക്ക് സാധിക്കും. നമ്മുടെ നോമ്പും ഉപവാസവും ഈ ഒരു മാർഗത്തിലേക്ക് നയിക്കുന്നതാകട്ടെ. അതിനായിട്ട് തീവ്രതയോടുകൂടി ഉപവാസം എടുക്കാനും തീവ്രതയോടുകൂടി നോമ്പിനെ ഉൾക്കൊള്ളാനും ഈശോയെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.